ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ കപ്പ ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു. അങ്ങനെ കപ്പ ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അപ്പച്ചനെയും ചെറിയ കൊച്ചുമോളെയും കാണിക്കാൻ പോയതാട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, പോകുന്ന വഴിക്ക് ഞങ്ങളൊരാളെ കണ്ടല്ലോ, സർപ്രൈസ് പൊളിഞ്ഞു. ആനേനെ കണ്ടു. ആന കണ്ടോ, ചക്ക എടുത്ത് പോവാ. പുള്ളി ആ ചക്ക വിടുന്നേയില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിയിരുന്നേ. ചക്ക നിലത്തിടും, പിന്നെ അതെടുക്കും, പിന്നെ നിലത്തിടും. അങ്ങനെ കുറേ നേരം കളിച്ചു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഞങ്ങൾ എന്ത് ചെയ്തൊരു മന്തിക്കടയിൽ കയറി കേട്ടോ. അങ്ങനെ ഒരു ബീഫ് മന്തിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ബീഫ് മന്തി ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അപ്പച്ചനും അമ്മയും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ബീഫ് മന്തി വന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ബീഫ് മന്തി കണ്ടോ. ബീഫ് മന്തി വന്നപ്പോഴേക്കും ഒരാളുടെ ആക്രാന്തം കണ്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ ബീഫ് മന്തിയൊക്കെ വയറ് നിറച്ച് കഴിച്ച്. കുഞ്ഞൊക്കെ ബീഫ് മന്തി കിടന്ന് ഉരുളുമായിരുന്നു. മേത്ത് കൂടെയും വാരിയിട്ട് നിലത്തും വാരിയിട്ട്. ഒന്നും പറയണ്ട. ഫുഡ് കഴിക്കാനിരുന്ന ഫുഡ് സ്വന്തം കഴിക്കണത് മൊത്തം വാരിക്കൊടുത്താലൊന്നും സമ്മതിക്കില്ല. അപ്പം എല്ലാം നിലത്തേക്കാണ് വീഴുന്നത്, വയറ്റിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ആകെ വൃത്തികേടാക്കി. ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡെല്ലാം കഴിച്ച് ആകെ എന്താ പറയുക, വയറൊക്കെ ഫുള്ളായി. മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞെന്നൊക്കെ പറയൂലേ. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി തുടങ്ങി. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഡ്യൂ ഒക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. കാരണം മന്തി കഴിച്ച് കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥതയാണ്. അന്നേരം ഒരു ഡ്യൂ കഴിച്ചാൽ സെറ്റാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡ്യൂ കഴിച്ചു. അപ്പം പിള്ളേർക്ക് ഡ്യൂ കൊടുത്തില്ല കേട്ടോ, അവർക്കത് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ മാത്രം ഡ്യൂ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുക. അപ്പം വീട്ടിലേക്ക് പോരുമ്പം എന്ത് ചെയ്തു, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കറണ്ടില്ല. അങ്ങനെ കറണ്ടില്ലാണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു കേട്ടോ. ഇവിടെ എപ്പോഴും ഇടി മഴയായതുകൊണ്ട് കറണ്ട് പെട്ടെന്ന് പോവും, പെട്ടെന്ന് വരികയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ തിരിച്ച് പോരുന്ന ആ രംഗമായിട്ടേ കാണുന്നത്. എല്ലാവരും ഉറങ്ങി. അങ്ങനെ ടാറ്റാ ബൈ ബൈ.